വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ ടീസർ ഇന്നലെയാണ് പുറത്തിറങ്ങിയത്. സമൂഹമാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞ ടീസർ കണ്ട് പലരും പറയുന്നത് ഇത് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിനെ പറ്റി പറയുന്ന സിനിമയാണെന്നാണ്. അതിൽ ചില മറുവാദങ്ങളുണ്ടെങ്കിലും പ്രണവ് അവതരിപ്പിക്കുന്ന റോൾ വിന്റേജ് മോഹൻലാൽ വൈബാണ് നൽകുന്നത് എന്നതിൽ ആർക്കും തർക്കമില്ല. നാരായണൻ നമ്പു എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ ടീസറിനെ ഡീകോഡ് ചെയ്ത് വളരെ രസകരമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. മൂവി സ്ട്രീറ്റ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ച സുദീർഘമായൊരു കുറിപ്പിൽ സിനിമ ശ്രീനിവാസൻ മോഹൻലാൽ സൗഹൃദത്തിന്റെ കഥയാണെന്ന നിഗമനങ്ങളാണ്. ടീസറിലെ 10 എലമെന്റുകളാണ് നാരായണൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. മദ്യപിക്കുമ്പോൾ പ്രണവിന്റെ കഥാപാത്രത്തിന്റെ മാനറിസം, ശ്രീനിവാസന്റെ ആദ്യ തിരക്കഥ സിനിമയാക്കിയ ജി സുരേഷ് കുമാറുമായി ഒരു എലമെന്റിനുള്ള സാമ്യത, കോടമ്പാക്കത്തെ സ്വാമീസ് ലോഡ്ജിലെ സ്വാമിയേട്ടൻ, പ്രിയദർശൻ, ആന്റണി പെരുമ്പാവൂർ തുടങ്ങി ടീസറിലെ പല രംഗങ്ങളിലും പല സാധ്യതകൾ നാരായണൻ കാണുന്നുണ്ട്. ഇത്ര വിശദീകരണങ്ങളില്ലെങ്കിൽ പോലും പലരും ഈ സിനിമയുടെ ആകെ പ്രമേയത്തിൽ നാരായണന്റെ അഭിപ്രായത്തിനൊപ്പമാണ്. ട്രോൾ ഗ്രൂപ്പുകളൊക്കെ ഇതേ ആശയമാണ് പങ്കുവയ്ക്കുന്നത്. വിനീതിന്റെ പടത്തിൽ നിവിന്റെ ഒരു ഒന്നൊന്നര അഴിഞ്ഞാട്ടം തന്നെ പ്രതീക്ഷിക്കുന്നു എന്ന് ജോണി ഫിലിപ്പ് കുറിച്ചു. ഫഹദ് ഫാസിലിന്റെ ആവേശത്തിനൊപ്പം ഇറങ്ങുന്ന വർഷങ്ങൾക്ക് ശേഷം ഈ ക്ലാഷിൽ വിജയിക്കുമെന്നാണ് ശരത് മണിയുടെ അഭിപ്രായം. OTT റിലീസിന് ശേഷം ക്രിഞ്ച് മഞ്ച് എന്നൊക്കെ പറഞ്ഞാലും തിയേറ്ററിൽ വർക്കാവുന്ന പടങ്ങളാണ് വിനീത് ശ്രീനിവാസന്റേതെന്ന് ശരത് SR കുറിച്ചു. വർഷങ്ങൾക്ക് ശേഷവും ആ പതിവ് തെറ്റിക്കില്ലെന്നാണ് ശരത്തിന്റെ പ്രതീക്ഷ.